ടാ കുറേ നേരമോ വന്നിട്ട്? ഇല്ല, ജസ്റ്റ് ഇപ്പോൾ. ഓക്കെ. പിന്നെന്താ? നിനക്ക് പോകാൻ വല്ല തിരക്കുണ്ടോ? ഇല്ല. എന്തേ? അല്ല, ഇത്ര സ്പീഡിൽ കുടിക്കുന്നോണ്ട് ചോദിക്കുന്ന. ഓ, തിരക്കൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ക്യാരംസ് കളിക്കാൻ പോകണം. പിന്നെ വൈകിട്ട് സുബിയരും ക്രിക്കറ്റ് കളിക്കണം. അതൊക്കെ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അല്ലേ? എന്നാ പിന്നെ ആ കഥയുടെ ബാക്കി പറ. ഓ, അപ്പം കഥ കേൾക്കണം. അല്ലാതെ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ? ശരി, അതെൻ്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. King in the moonlight. എന്താ നീ അവന്റെ ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി? ഞാൻ സൈക്കിളോട്ട് വരാം. അതിൽ ചാടി പാന്ന് സൈക്കിൾ എടുക്കണ്ട. എന്നാ ചാട് സൈക്കിൾ എടുക്കണ്ട. പട്ടി നീ എന്താ ബാക്കിൽ ഏതുണ്ടിയാണോ ഇവനാ? ഹലോ അളിയാ, ഞാനാടാ. ആ പറയടാ. സോറി അളിയാ, എനിക്ക് വേണ്ടിയാണോ നീ അടി വാങ്ങിയത്? നിനക്ക് പെയിൻണ്ടടാ? എടാ, നിന്റെ മുഖത്ത് പാട് വരുത്തിന്റെ മുഖം അടിച്ചു പൊളിക്കണം. വെയിറ്റ് അതിന് സുബി ആരതല്ലേ? ശ്രീരാജ്, ശ്രീലക്ഷ്മിയുടെ ചേട്ടൻ. നീ ഇതൊന്നും മര്യാദയ്ക്ക് പറയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇവനൊക്കെ ഏതാണ് ഇവൻ? പട്ടിൽ നിർത്തിട്ട് പോടാ. എന്തുന്നാടാ സ്റ്റമ്പിലോട്ട് എറിയടാ. എന്നെ കൊല്ലാൻ തന്നെ
നന്നായിട്ട് കിട്ടിയല്ലേ? എന്നിട്ട് സുബി എന്ത് പറഞ്ഞു? എടാ മയില്, എന്താടാ? എടാ നിന്റെ തലക്കൊന്നും ബോധമില്ലേ? വെറുതെ നിന്നതിന് തന്നെ അമ്മ എടുത്തിട്ട് ഊക്കി വിട്ടതാ. പിന്നെ അവരെ പോയി എന്തിനാണ് വെല്ലുവിളിച്ചത്? അവൻ ആണാണോ ചോദിച്ചടാ? ആണാണെന്ന് ചോദിച്ചെങ്കിൽ ഊരി കാണിച്ചോടാ നീ. അളിയ അതല്ലാതെ പിന്നെ പോയി തല്ലുകൊള്ളാനായിട്ട് വെച്ചിട്ട് പോമയില്ലേ? അളിയ ഇട്ടി കൊണ്ട് ചാവണം. ഹലോ ഹലോ മൈരം വെച്ച്. ഇതിൻ്റെ ഇടയിൽ നീ എപ്പോഴാ അവനെ വെല്ലുവിളിച്ചേ? നീ ആരാന്ന് വിചാരിച്ചവനെ തല്ലിയത്? അവൻ അത്ര വലിയ ടീമാണെന്ന് നിനക്കറിയാവോ? നീ എന്നെ ഫാമിലി ഫ്രണ്ടായി. എന്ത് മയിര് ഫാമിലി ഫ്രണ്ട്? നീ എപ്പോൾ എൻ്റെ അനിയത്തിക്ക് ലവ് ലെറ്റർ കൊടുത്തോ അപ്പം എനിക്ക് മനസ്സിലായി. നീ ആണാണെങ്കിൽ നിന്റെ ഫ്രണ്ട് വലിയ മയിരാണെങ്കിൽ രാത്രി ഗ്യാരേജിന് ബാക്കിലോടാ. എടാ ഞാൻ അതിന് എന്തോ പറഞ്ഞു. നീ ഒന്നും പറയണ്ട, അടിച്ചെൻ്റെ പല്ലാടണം മോനെ. എടാ ആണാണെങ്കിൽ രാത്രി ഗ്യാരേജിന് ബാക്കിലോടാ. ഓ അങ്ങനെ. എന്നിട്ട് സുബി നൈസായിട്ട് തേച്ച് ബാക്കിയുള്ളവന്മാരെ വിളിക്കാന്ന് വെച്ചാ അന്നോടി ഒരുത്തനും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. കഷ്ടകാലക്ക് ഈ സമയമേ കോണവാൽവി പാമ്പ് കൊത്താക എന്ന് പറഞ്ഞ അവസ്ഥയായി. അവസാനം ഒരാളെ എനിക്ക് ഓർമ്മ വന്നു. സുബി ഇല്ലെങ്കിൽ എന്താ, ലിനു അണ്ണേർക്കെ ബഗി ബഗീര. ഇത്തരം ചീള് കേസിനൊന്നും അണ്ണനെ അങ്ങനെ വിളിക്കാറില്ല. ഓൺലി ഹെവി ടൂൾ പരിപാടി. ബഗീരയുടെ ആളെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരുത്തൻ എന്നെ അടിമേടിച്ചോണ്ട് വന്നാ ഓക്കതിനെ വെച്ച് അലക്ക ഞാൻ. മനസ്സിലാടാ? നിനക്ക് മനസ്സിലാടാ? മാറിക്കാ. കൊള്ളൂല. 6 7 വേണോ? താഴെ പോണം. ബഗി ലിനു അണ്ണ. അണ്ണ ആരാ? ചേച്ചി അണ്ണനില്ലേ? അണ്ണൻ ചെന്നൈ പോയല്ലോ. എപ്പോ വരും? 2 ദിവസം കഴിയും. 2 ദിവസം. അപ്പം ആ കാര്യത്തിലൊരു തീരുമാനമായി അല്ലേ? അതെ ജഗ, ആ ലവ് ലെറ്റർ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായേ? എന്നിട്ട് നീ ഇതുവരെ അത് വാങ്ങിയ ആളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ശ്രീലക്ഷ്മി, അവള് നടന്നു വരുമ്പോൾ അവളെ നോക്കാൻ എല്ലാവർക്കും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു ഒറ്റ കാരണമേ ഉള്ളൂ. അത് 24 FPS നോക്കി കാണാൻ പറ്റില്ല, 120 FPS നോക്കണം. മണിരത്ന സിനിമയിലെ നായികമാരെ പോലെ അവൾ നടന്നു വരുമ്പോൾ അവൾ അറിയാതെ എനിക്ക് അവളെ നോക്കണം. നാട്ടിലുള്ള എല്ലാ ചപ്പും ചവറും ഒക്കെ അവളുടെ പിന്നാലെയാണ്. പക്ഷെ ഞാൻ അതല്ല പ്രധാന പ്രശ്നം. ഞാൻ വൈകിട്ട് ഗ്യാരേജിൽ പോയില്ലെങ്കിൽ ആ വിചാരിക്കില്ല ഞാൻ ആണല്ലെന്ന്. പിന്നെ പെണ്ണാലോചിച്ച് വീട്ടിലും പോകാൻ പറ്റില്ല. എന്ത് ചെയ്യും ദൈവമേ? இல்லை கிரிக்கெட் ஃபுட்பாலோடு சேர்த்து பாக்ஸிங் ஒன்று கற்றுக்கிட்டேன். என் கோச் வந்து என்ன லைட் ஃபுட் அப்படின்னு கூப்பிடுவார். ஏன் இப்போ பார்ப்பீங்க வேணாம் சரி சொன்னா கேளு. அடிச்சல அதுக்கு தாண்டா அது. என் காலில் விழுந்து மன்னிப்பு கேட்டு போயிட்டே இரு. இல்லை இங்கே இருக்கிறவங்க எல்லாருமே உன்னை அடிப்பாங்க. உன்னால் எந்திரிக்க முடியாது. ஸோ வாடா, டச் மை ஃபீட். டேய் ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് നീ ഒറ്റയ്ക്ക് പോയോ?
എന്നിട്ട് എന്തുണ്ടായി? ഒരു സെക്കൻഡ്, അവളുടെ പിറകെ നടന്നതും ലെറ്റർ എഴുതിയതും അവളുടെ വീട്ടിൽ കയറിയതും ഒക്കെ നീ. പിന്നെന്തിനാ അവര് സുഭിയെ തല്ലേ?